ബിഗ് ബോസ് സീസൺ 7 അവസാനിക്കുമ്പോൾ വിജയമായിരുന്നത് അനുമോളാണ്. പക്ഷേ സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത് അനീഷിനെയാണ്. എല്ലാവരും അവകാശപ്പെടുന്നത് അനീഷാണ് വിജയം എന്നാണ്. എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം? അനീഷിൻ്റെ ഗെയിമിൻ്റെ ഒരു തന്ത്രം എങ്ങനെ ആയിരിക്കണം? അല്ല, അനീഷ് എങ്ങനെയാണ് ആ മത്സരത്തിനെ സമീപിച്ചത്? അക്ബർ തന്നെ അതിനകത്ത് എവിക്ഷൻ സമയത്ത് പറയുന്നുണ്ട്, അനീഷ് ആരെയും പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്നില്ല, ആരുടെയും പേഴ്സണൽ ലൈഫ് എടുത്ത് കളിക്കുന്നില്ല, ഒരു ബൗണ്ടറി വിട്ട് ആരെയും അറ്റാക്ക് ചെയ്യുന്നില്ല. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാനും കാണുന്നത്. അദ്ദേഹം ആരെയും കുറ്റം പറയുന്നതായിട്ട് അതിനകത്ത് നമ്മൾ കാണുന്നില്ല. എല്ലാം ഡയറക്റ്റ് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ സുഹൃത്താണെങ്കിൽ പോലും അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് മടിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുറ്റം മറ്റൊരാളോട് പോയി ഡിസ്കസ് ചെയ്യുന്നത് നമ്മളൊരു എപ്പിസോഡിൽ പോലും കാണുന്നില്ല. അതുപോലെ പേഴ്സണൽ ലൈഫ് വെച്ച് കളിക്കുന്നില്ല, ആരോടും ഡിസ്കഷൻ തൻ്റെ ഗെയിമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് കാണിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, മത്സരത്തിൻ്റെ രീതി തന്നെ വ്യത്യാസമാണ്. അദ്ദേഹം ഒരു ഗ്രൂപ്പിസം കണ്ടുവരുന്നില്ല, ആർക്കും അദ്ദേഹത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റുന്നില്ല, അദ്ദേഹം ആരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നുമില്ല. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ട് നിന്നായിരുന്നു അദ്ദേഹം കരഞ്ഞ് വോട്ട് മേടിക്കുന്നതായിട്ട് ഒരു എപ്പിസോഡ് പോലും കാണിച്ചിട്ടില്ല. അദ്ദേഹം കരയുന്നതായിട്ടോ, കാരണം ഇത് ഗെയിം ഷോ ആണ്, എന്തിനാണ് നമ്മൾ നമ്മുടെ ഇമോഷണൽ വെച്ചിട്ട് മറ്റുള്ളവർ വോട്ട് ചോദിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹം കരഞ്ഞ് മെഴുകിയിട്ട് ഒരു വോട്ട് ചോദിക്കുന്ന രീതിയില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പഴയ കാലത്ത് ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണെന്നോ അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എല്ലാ കാര്യത്തെയും പോസിറ്റീവായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഗെയിമിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ എടുത്താണ് അദ്ദേഹം ഫൈറ്റിങ്ങിന് പോലും വെക്കുന്നത്. അദ്ദേഹം ഒരു സ്ത്രീയെ അനാവശ്യമായിട്ട് എടി പൊടിയെന്ന് പോലും വിളിക്കുന്ന സീനുകളില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തന്നെ, അതായത് ഒരു കോമണിൽ ഇത്രയോളം ഓളം ഉണ്ടാക്കിയിട്ടുള്ള സീസൺ 7 സീസണുകളിൽ ഏറ്റവും നല്ല മത്സരാർത്ഥി അദ്ദേഹം തന്നെയാണ്.